അയ്യോ ഞാൻ പോണ സുമതി വളവിൽക്കൂടെയാണോ? അയ്യോ പാട്ട് ഓഫായി പോയി. ആ ഫ്രണ്ടിൽ കാണുന്നില്ല സുമതി വളവ്. അയ്യോ അണ്ണന്റെ അടുത്ത് പോകുന്നതിലും വേറെ എന്റെ വീട്ടിൽ പോകുന്നതായിരുന്നു തോന്നുന്നേ. എനിക്ക് പോകാൻ പേടിയാണ്. സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ തമ്മിൽ അതുപോലെ ടൈറ്റിലെല്ലാം കണ്ടു കാണും. എസ് ഗൈസ്, അപ്പോൾ ഇൻട്രോയിൽ നമ്മുടെ ആ ഒരു അഭിപ്രായയുടെ വീഡിയോകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഒന്ന് നമുക്ക് ആ സുമതി വളവിലോട്ട് നമുക്കും കൂടെ ഒന്ന് പോയി നോക്കാമെന്ന്. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ കണ്ടന്റുകളൊക്കെ അതുങ്ങളൊക്കെയാണ്. സോ നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് ഒരു ഫ്രണ്ടിനെ കൂടെ വിളിക്കുക. ഒറ്റയ്ക്ക് പോയി ശരിയാകത്തില്ല ഗൈസ്. എന്തെങ്കിലുമൊക്കെ അർജൻറ്റ് ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ കൂട്ടിന് ഒരാളും ഉണ്ടെങ്കിൽ പിന്നെ സീനില്ലല്ലോ ഗൈസ്. അപ്പോൾ നമ്മളൊക്കെ ഒരു കാര്യം നമ്മുടെ ഫ്രണ്ടിനെ ആളൊക്കെ വിളിക്കുക, നമ്മുടെ മാട്രിക്സ് ആളൊക്കെ വിളിക്കാം. സോ എന്തായാലും നമുക്ക് ഫോണെടുത്ത് നമുക്ക് വിളിച്ചേക്കാം. സോ ഗൈസ്, അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനെ ആളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, എടാ വേണ്ടടാ പോകണ്ടെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചു കേട്ടോ. അപ്പോൾ എനിക്കൊരു വലിയൊരു ആഗ്രഹം എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ടുകളൊക്കെ ഓക്കെ ഇതാ വരുന്നുണ്ട്. സോ ഏതാ ഒരു വണ്ടി. സോ ഗൈസ്, അപ്പോൾ BMW വരുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കും ചെന്ന് നമുക്ക് വണ്ടിയിലും കാണാനൊക്കെ കയറാം. ഓക്കെ, അവ ഓട്ടിക്കട്ടെ അല്ലേ, വണ്ടിയും കാണാനൊക്കെ അവ ഓട്ടിക്കട്ടെ. ഓക്കെ, നമുക്ക് വണ്ടിയുടെ അകത്ത് കയറിയിരിക്കാം. എനിക്ക് രാത്രി തന്നെ സുമതി വളവിലോട്ട് പോണല്ലേടാ? എന്തിനാടാ ആ ഒരു വീഡിയോ കണ്ട ശേഷം എനിക്ക് പിന്നെ അവിടോട്ട് പോയിക്കോളാൻ വയ്യാത്ത രീതിക്കായി. പിന്നെ ഒറ്റയ്ക്ക് പോകാന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ സീനാവത്തില്ല. അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്. എനിക്കും കൂടെ എന്തെങ്കിലും വരട്ടെന്നല്ലേ? എടാ അങ്ങനെയല്ലടാ, നമ്മൾ കാറിലല്ലേ പോണം, അതുകൊണ്ട് സീനില്ല. ഞാനും ആ വീഡിയോ കണ്ടായിരുന്നു. ആ ഒരു ബ്ലാക്ക് കാർ എടുത്തോണ്ട് പോയാൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ തന്നെ എടുത്തോണ്ട് പോകുന്നത്. ഈ രാത്രി തന്നെ പോണതിന്റെ ഉദ്ദേശം എന്തുവാ? രാവിലെ പൊക്കൂടായിരുന്നോ? എടാ രാത്രി ആണ് സുമതി കാണൊക്കെ ഇറങ്ങുക. അപ്പം ആ ടൈം പോയാലേ നമുക്ക് സുമതിനെ കാണാനായിട്ട് പറ്റത്തുള്ളൂ. എടാ നീ സുമതിയെ കാണാനാണോ പോണോ അതോ സുമതി വളവ് കാണാനായിട്ടോ പോകുന്നത്? എടാ രണ്ടും എനിക്ക് കാണണം, അതുകൊണ്ടാണ് നിന്നെ തന്നെ വിളിച്ചേനെ. എന്റെ പൊന്നെ, മര്യാദയ്ക്ക് വീട്ടിൽ കിടന്നോണ്ടിരുന്ന എന്നെ വിളിച്ചോണ്ട് വന്നിട്ട് എടാ എനിക്ക് വല്ല പണി വല്ല മേടിച്ച് തരോടാ നീ. എടാ നീ പേടിക്കുന്നു വേണ്ട, നമ്മളെ ചെല്ലുന്നു പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നു. ആ കണ്ടാ മതി. ഗൈസ്, അപ്പോൾ നമ്മളാണെങ്കിൽ അവിടെ എത്തിയിട്ട് നമുക്ക് ബാക്കി വീഡിയോസും കാണാനൊക്കെ എടുക്കാം. ഇല്ലെങ്കിൽ നല്ല രീതിക്ക് ലെങ്തും കാണൊക്കെ ആകും. സോ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ ഞാനാണെങ്കിൽ നമ്മുടെ ആ ഒരു സുമതി വളവും കാണൊക്കെ എത്താറായിട്ടുണ്ട്. സോ നമ്മൾ നേരെ അങ്ങോട്ട് പോയേക്കാം. ഓക്കെ ഓക്കെ, ഇവിടെ ആയിട്ടോ നമ്മുടെ ആ ഒരു സുമതി വളവ് എന്ന് പറയുന്നത്. എടാ ഇത് കറക്റ്റ് ഇത് തന്നെയാടാ സുമതി വളവ്? ആടാ ഇതാണെന്ന് തോന്നുന്നു, എനിക്ക് അറിയാനായിട്ട് വയ്യ. നീ അതിനിടയ്ക്ക് ഡ്രസ്സ് മാറിയാടാ? ഓടാ ഞാൻ ഡ്രസ്സ് മാറി. ആ കോട്ടൊക്കെ ഇട്ട് ഭയങ്കര ചൂട്, അതുകൊണ്ട് ഞാൻ വണ്ടി തന്നെ ഡ്രസ്സ് മാറി. ആ ഓക്കെ ഓക്കെ ഓക്കെ. എടാ ചെറിയ രീതിക്ക് പേടിയൊക്കെ ആവുന്നുണ്ട് കേട്ടാ. എടാ നീ പേടിക്കൊന്നും വേണ്ട, ഞാനില്ലേ. നീ ഉണ്ടായിട്ടെന്താ, സുമതി ഒന്ന് പിടിച്ചാ രണ്ടും ഒത്തു പോവാലോ. എടാ നെഗറ്റീവ് മൈൻഡ് എടുക്കല്ലേ, നെഗറ്റീവ് മൈൻഡ് എടുത്താൽ നമ്മൾ എന്തായാലും പിടിക്കപ്പെടും. വലിയ സീനൊന്നുമില്ല, നീ പോയേ. എടാ ഇതല്ലടാ സുമതി വളവ്. എടാ എടാ അതെന്തുവാ? എടാ അതെന്താ? വണ്ടി നിർത്തി ഗൈസ്. അപ്പോൾ ഞാനാണെങ്കിൽ വണ്ടി നിങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഗൈസ് ഇവിടെ ആരോ നിന്നതാണ്, ഞാനത് കണ്ടതാണ് ഗൈസ്. നിങ്ങളും കണ്ടേയില്ലേ ഗൈസ്? ആ ആളിനെ ഇപ്പോൾ കാണാനില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. എടാ പോവാടാ, വാടാ, മതി. എനിക്ക് എന്തോ നെഗറ്റീവ് ഫീൽ അടിക്കും, നമുക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടുകളൊക്കെ വണ്ടിക്കകത്ത് കയറി ഇരിക്കണം തോന്നുന്നു കേട്ടോ. അവനെ ഇപ്പോൾ കാണാനില്ല, വണ്ടിക്കകത്ത് കാണും ഗൈസ്. എന്നാലും ഇവിടെ നിന്ന് ആരായിരിക്കും ഗൈസ്? ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ വണ്ടികളൊക്കെ എടുത്ത് നമുക്ക് പോയേക്കാം. ഇവിടെ നിൽക്കണ്ട കേട്ടോ, നമുക്ക് നേരെ നമുക്ക് ഇവിടെ നിന്ന് പോവാം ഗൈസ്. അപ്പോൾ ഞാനാണ് കേട്ടോ വണ്ടിയും കാണൊക്കെ എടുക്കുന്നത്. അവൻ സൈഡിലാണ്ട് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. എടാ എന്താടാ ഒന്നും മിണ്ടാതെ എന്തുവാ? എന്തെങ്കിലും മിണ്ട് ഗൈസ്. അപ്പോൾ അവൻ എന്തോ ടെൻഷൻ അടിച്ചിരിക്കുക കേട്ടോ, അതുകൊണ്ടായിരിക്കാം അവനൊന്നും മിണ്ടുന്നില്ല. എടാ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടടാ, നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടല്ലോ, നീ ഇനി പേടിക്കണ്ട. എന്തിനാ ഇനി പേടിക്കുന്നേ? വാ പോവാം, നമുക്ക് ഇവിടെ നിന്ന് പോവാം, പെട്ടെന്ന് തന്നെ പോവാം. എന്നാലും അത് ആരായിരിക്കുമോടാ ഗൈസ്? ഇപ്പം എന്താ മിണ്ടാതിരിക്കുന്നേ? എന്താ നീ ഒന്നും ഗൈസ്? ഗൈസ് അവൻ എവിടെ? സോ ഗൈസ്, അപ്പോൾ ഞാനാണെങ്കിൽ ആകെ ടെൻഷനാണ് ഗൈസ്. ഞാൻ അവനെ മാറി തന്നെ ഫുൾ കിടന്ന് വിളിയായിരുന്നു ഗൈസ്. അവൻ ഫോൺ പോലും എടുക്കുന്നില്ല. ഞാനാണെങ്കിൽ നേരെ നമ്മുടെ വന്ന സ്ഥലത്ത് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അവൻ എൻ്റെ കൂടെ ഇവിടെ വണ്ടിക്കകത്ത് ഇരിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. ഇപ്പോൾ അവനെ കാണാനില്ല ഗൈസ്. സംഭവം നമുക്കാണെങ്കിൽ വണ്ടി നിങ്ങളൊക്കെ ഇറങ്ങി നമുക്ക് പോയി നോക്കാം ഗൈസ്. അവൻ എന്നാലും എവിടെയാണ് അവൻ ഗൈസ്? ഇപ്പോൾ ഇവിടെ ഒരു ഒറ്റ ആൾക്കാരെയും കാണാനില്ലല്ലോ ഗൈസ്. താൻ നോക്കിയേ ഗൈസ്, ഇവിടെ ആരുമില്ല ഗൈസ്. എന്നാലും അവ എവിടെ പോയി ഗൈസ്? എനിക്കെന്തോ എന്തൊക്കെയൊക്കെയോ നെഗറ്റീവ് ഫീൽ തോന്നുന്നു കേട്ടോ നമ്മുടെ ഗൈസ്. അവൻ വെറുതെ വീട്ടിൽ കിടന്ന് അവനെയും വിളിച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ അവനും കാണാനില്ല ഗൈസ്. ഇപ്പോൾ ഇനി എന്താ ഞാൻ ചെയ്യുക ഗൈസ്? അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇവിടെ നിന്നിട്ട് എന്തായാലും ഒരു കാര്യമില്ല, നമുക്ക് കാര്യം ചെയ്യാം, വണ്ടിക്കകത്ത് കയറാം, നമുക്ക് ഇവിടെ നിന്ന് പോവാം ഗൈസ്. ഇങ്ങനെയെങ്കിലും നമുക്ക് അവനെ രക്ഷിക്കണം. സ്വന്തമായിട്ട് ഞാൻ വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വണ്ടികളൊക്കെ നമുക്ക് യൂട്ടേണുകളൊക്കെ എടുത്ത് സംഭവം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം പറഞ്ഞാലോ? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. കാരണം അവർ നമ്മളെ തന്നെ വഴക്കും കാണൊക്കെ പറയും. അപ്പോൾ ഞാൻ തന്നെ വണ്ടി എടുത്തോണ്ട് നമുക്ക് നേരെ ഇവിടെ നിന്ന്
പോവാൻ ഗൈസ്. അപ്പോൾ എങ്ങനെയെങ്കിലും അവനെ നമുക്ക് രക്ഷിക്കണം ഗൈസ്. ഇവിടെ ഒരാളെയും കാണാനില്ല. സോ ഗൈസ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ആരോ നിൽക്കുന്നുണ്ടല്ലോ ഗൈസ്. ഇവിടെ ബസ് സ്റ്റോപ്പിൽ ആരോ നിൽക്കുന്നുണ്ട് ഗൈസ്. അത് സുമതി ആൾമാരെല്ലാം വന്നതാണോ ഗൈസ്? അപ്പോൾ നമുക്കെന്തായാലും ആ ഒരു പുള്ളിക്കാരൻ നമുക്ക് ഇന്ന് കാര്യങ്ങളൊക്കെ പറയാം. സോ അങ്കിൾ, ഞാനാണെങ്കിൽ നമ്മളങ്ങ് സിറ്റി 2-ൽ നിന്ന് വരാം കേട്ടോ. എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും കാളൊക്കെ ഉണ്ടായിരുന്നു. അവനിപ്പോൾ നമ്മൾ സുമതി വളവ് കാണാനായിട്ട് വന്നതാ. എൻ്റെ കൂട്ടാനും ഉണ്ടായിരുന്നു. അവനിപ്പോൾ കാണാനില്ല അങ്കിൾ. അത് എവിടെ പോയെന്നറിയത്തില്ല. ഞാൻ വിചാരിച്ചു വണ്ടിക്കകത്ത് കാണുമെന്ന്. എടാ മോനെ, അത് പോയേക്കുന്നത് വേറെ എങ്ങുമല്ല, അവനെ സുമതിയാണ് കൊണ്ടുപോയേക്കുന്നത്. എന്താ, സുമതിയോ? ഈടാ, സത്യമായിട്ടും അത് സുമതിയാണ് കൊണ്ടുപോയേക്കുന്നത്. ഇവിടെ പലരും ഈ സമയത്ത് ഓരോ ആൾക്കാർ വന്നിട്ടുണ്ട്. അവരെല്ലാവരെയും കൊണ്ടുപോയേക്കുന്നത് സുമതിയാണ്. എനിക്ക് അവളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എനിക്കറിയാം. അവിടെ ചിലപ്പോൾ നിന്റെ ഫ്രണ്ടും കാണും. അങ്കിൾ, എനിക്ക് എന്നാലും ആ ലൊക്കേഷൻ എനിക്ക് തരുമോ? ഞാൻ അവിടെ ഒന്ന് പോയി നോക്കാം. എടാ, അവിടെ പോണത് നല്ല രീതിക്ക് റിസ്ക്കും കാണൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിന്നെ കൊണ്ട് പറ്റുമോ എനിക്ക് അറിയത്തില്ല. അങ്കിൾ, എനിക്ക് എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ലൊക്കേഷൻ തരാം. നീ നിന്റെ സ്വന്തം റിസ്ക് വേണം പോവാൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം അങ്കിൾ. സോ ഗൈസ്, അപ്പോൾ ഞാനാണെങ്കിൽ വണ്ടികളൊക്കെ എടുത്തിട്ടുണ്ട്. സോ പുള്ളിക്കാരൻ തന്ന ലൊക്കേഷനിലോട്ടാണോ ഞാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇവിടെ എങ്ങനെയാണ് വന്നേ ഗൈസ്? എന്തായാലും അത് നോക്കിയിട്ട് കാര്യം, നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ഫ്രണ്ടിനെ കാണാതെ പോയി രക്ഷിക്കണം ഗൈസ്. അപ്പോൾ പുള്ളിക്കാരൻ തന്ന ലൊക്കേഷൻ നോക്കുവാണെങ്കിൽ ആ ഒരു ഓഫ് റോഡിങ്ങിനുള്ള ഒരു സ്ഥലങ്ങളൊക്കെയാണ്. അതായത് ഈ ഒരു മൗണ്ടൈനിലൊരു ഓഫ് റോഡിങ് ആളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയാണ് ഈ ലൊക്കേഷൻ ആളെ കാണിക്കുന്നത് ഗൈസ്. അതല്ല ഞാൻ നോക്കുന്ന ഈ വണ്ടിയും കൊണ്ട് എങ്ങനെയാണ് ഗൈസ് ഞാൻ ഓഫ് റോഡും ആളൊക്കെ പോവുക. സോ ആ പുള്ളിക്കാരൻ തന്ന ലൊക്കേഷൻ ആളൊക്കെ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ ചെല്ലണം, അവിടെയാണെന്നാണ് ഗൈസ് പറഞ്ഞത്. ഈ ഒരു വണ്ടിയും കൊണ്ട് ഈ ഒരു ഓഫ് റോഡും കാളൊക്കെ പോകാൻ നല്ല രീതിക്ക് പാടാണ് ഗൈസ്. കണ്ടോ കൺട്രോളും കാളൊക്കെ കിട്ടത്തില്ല. എന്നാലും നമുക്ക് ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് നേരെ നമ്മുടെ ആ ഒരു ഫ്രണ്ടിന് കാളൊക്കെ എടുക്കാം ഗൈസ്. ഈ ഒരു വണ്ടി ഞാൻ എവിടെയോ കണ്ടതുപോലെ ഗൈസ്. ഇതെന്താ റിപ്പീറ്റ് ആണല്ലോ ഗൈസ്. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുക എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സോ ഗൈസ്, അപ്പോൾ അവിടെ ആരോ നിൽക്കുന്നത് പോലെ. സോ ഞാൻ വണ്ടിക്കകത്ത് കാളൊക്കെ ഇറങ്ങിയിട്ട് ഗൈസ്, അത് സുമതിയില്ലേ ഗൈസ്? നമ്മുടെ ഫ്രണ്ടും കാളൊക്കെ അവിടെ നിൽപ്പുണ്ട്. സോ ഗൈസ്, ഇവിടെ എന്താ ഇപ്പോൾ ഗൈസ് പണി പാളിയെന്നാ തോന്നുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് സുമതിയും നമ്മുടെ ഫ്രണ്ടും കാളൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യ.